ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ICT എന്ന് പറയുന്ന ജനറൽ പേപ്പറിലെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പ്യൂട്ടർ നമ്പർ സിസ്റ്റം എന്നുള്ളത്. ഇത് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ അടുത്തായിട്ട് റീസെന്റ് ആയിട്ട് ICT-യിൽ ചോദിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്പർ സിസ്റ്റത്തിൽ ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഒരു ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. അതായത് നമ്പർ സിസ്റ്റം, വ്യത്യസ്ത നമ്പർ സിസ്റ്റങ്ങളുണ്ട്. ബൈനറി നമ്പർ സിസ്റ്റങ്ങളുണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഈ പല നമ്പർ സിസ്റ്റങ്ങളെയും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വെച്ചിട്ട് പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന എക്സാമുകളിലൊക്കെ ഇത് പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ബേസിക് രീതിയിൽ എന്ന രീതിയിൽ ഒരു 4 PYQ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആദ്യം ഒരു 4 നമ്പർ സിസ്റ്റം, ഇതിനല്ലാത്ത നമ്പർ സിസ്റ്റങ്ങളും ഉണ്ട്. പ്രധാനമായിട്ട് വരുന്ന 4 നമ്പർ സിസ്റ്റം നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റുകൾ എന്ന് പറഞ്ഞാൽ 0, 1 എന്ന് പറയുന്ന 2 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ കാണുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്നുള്ളത് 2 ആണ്. കാരണം 2 ഡിജിറ്റ് ഉപയോഗിക്കുന്നത് 0, 1 എന്ന് പറയുന്ന 2 ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ബേസ് ആയിട്ട് കാണുന്നത് ഏതാണ്? 2 ആണ്. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാം, ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അതിന്റെ ബേസ് എന്നുള്ളത് 8 ആണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം വരിക എന്നുള്ളത്, അതിന്റെ ഉദാഹരണങ്ങൾ ക്വസ്റ്റ്യനൊക്കെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയെങ്കിൽ ഇതേപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. 745, ചിലപ്പോ ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അടിയിൽ ഒരു 8. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ ബേസ് 8 ആയിട്ടുള്ള ഇത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഈ 745 എന്ന് പറഞ്ഞ ഈ നമ്പർ എന്നുള്ളത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ കോഡ് ചെയ്തുള്ളതാണ്, എഴുതപ്പെട്ടതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ 10102 കണ്ടില്ലേ നിങ്ങള്? അപ്പൊ 10102. അപ്പൊ അത് ബൈനറി നമ്പർ സിസ്റ്റം എഴുതുന്ന രീതിയാണ് പറഞ്ഞത്. കാരണം 0, 1 എന്ന് പറയുന്ന 2 ഡിജിറ്റൽ ലൈനുള്ളൂ. അപ്പൊ ഇതാണ് ഒക്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എന്നുള്ളത് 8 ആണ്. അതായത് 0 മുതൽ 7 വരെയുള്ള സംഖ്യകള്, 0 മുതൽ 7 വരെയുള്ള സംഖ്യകള്. അപ്പോ 0, 1, 2, 3, 4, 5, 6, 7. അപ്പൊ 1, 2, 3, 8 ഡിജിറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പൊ 8 ഡിജിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് 8 ആണ്. ഇനി ഒക്ടൽ നമ്പർ എന്നാണ് ഇതിന് പറയാം. ഡെസിമൽ എന്ന് പറഞ്ഞാല് 10 ആയിരിക്കും ഇതിന് ബേസ്. 10 സംഖ്യകൾ ഉണ്ടായിരിക്കും, 10 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണത്? 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9. കണ്ടോ? 10 ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ 10 ഡിജിറ്റുകൾ ഉണ്ടായത് കാരണത്താൽ തന്നെ അതിന്റെ ബേസ് എന്നുള്ളത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്നുള്ളത് 10 എന്നുള്ളത് തന്നെയാണ് നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്നുള്ളത്. പിന്നെ അടുത്തത് ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും അതിന്റെ ബേസ് ഉണ്ടായിരിക്കുക. അതായത് അതിന്റെ നമ്പേഴ്സ്, അതിന്റെ ഡിജിറ്റുകൾ വരുന്നത് 0 മുതൽ 9 വരെ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ അപ്പൊ ഇത് ഡെസിമലിന്റെ രീതിയായില്ലേ, 10 ഡിജിറ്റുകളായി. പക്ഷെ ഹെക്സാ ഡെസിമൽ തന്നെ 16 വേണം അല്ലെ? അപ്പൊ 9 കഴിഞ്ഞാൽ പിന്നെ A ആണ്, B, C, D, E, F വരെ. A കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10, B കൊണ്ട് ഉദ്ദേശിക്കുന്നത് 11, C എന്ന് പറഞ്ഞാല് 12, D എന്ന് പറഞ്ഞാൽ 13, E എന്ന് പറഞ്ഞാല് 14, F എന്ന് പറഞ്ഞാൽ 15. മൊത്തം 16 ഡിജിറ്റുകളായില്ലേ? 0 മുതൽ 15 വരെ ഡിജിറ്റുകൾ എന്ന് പറഞ്ഞാല്. അപ്പൊ അതാണ് ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമൊക്കെ എഴുതുക എന്നുള്ളത്, നിങ്ങൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ നോക്കിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം നിർബന്ധമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് അത് എഴുതുക. കണ്ടില്ലേ? 2F16 കണ്ടോ? അപ്പൊ 2F. അപ്പൊ F എന്നൊക്കെ ഉള്ള വരല് ഇതിലാണ്, ഹെക്സാ ഡെസിമലിലാണ് ഇങ്ങനെ വരും കേട്ടോ. അവന് നമുക്ക് ഇനി നോക്കേണ്ടത് ഈ നമ്പർ സിസ്റ്റങ്ങളൊക്കെ. അപ്പൊ ബൈനറിയെ നമ്മൾ ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം?
ഒക്ടലിനെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഹെക്സാ ഡെസിമലിനെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇതല്ലാതെ 4 നമ്പർ സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ പല നമ്പർ സിസ്റ്റങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇത് ഭാഗത്ത് നിന്ന് ആദ്യം ചോദിച്ചിരുന്നൊക്കെ വെറും ബൈനറി ഡെസിമൽ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ബൈനറിയെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഡെസിമലിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഒന്നും കൂടി മാറ്റി പിടിച്ചിട്ട് NTA ഒക്ടലും ഒക്കെ ചോദിക്കാൻ, ഒക്ടലും ഹെക്സാഡെസിമലും ചോദിക്കാൻ തുടങ്ങി. ബൈനറിയെ ഡെസിമലിലേക്ക് മാറ്റുക, ഒക്ടലിനെ ഡെസിമലിലേക്ക് മാറ്റുക, ഹെക്സാഡെസിമലിനെ ഡെസിമലിലേക്ക് മാറ്റുക എന്ന രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ അത് മാറിയിട്ട് ഇതല്ലാത്ത നമ്പർ സിസ്റ്റങ്ങളൊക്കെ ഡെസിമലിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ അറിയണം. അപ്പൊ അതിന്റെ 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം വളരെ എളുപ്പത്തിലുള്ള ബൈനറി ഇക്വാലന്റ് ഓഫ് ദ ഡെസിമൽ 35. ഇവിടെ 35 എന്ന് പറയുന്ന ഒരു ഡെസിമൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബൈനറിയിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. കാരണം ഇവിടെ ഓപ്ഷൻസ് ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസ് എന്താണ്, ബൈനറി നമ്പർ സിസ്റ്റം ആണ് ഇതിലുള്ളത്. ആ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത്. 1001 അങ്ങനെ കൊടുത്തിട്ടുള്ള ബൈനറി നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 35 എന്ന് പറഞ്ഞതാണ് ഡെസിമൽ നമ്പർ എന്നുള്ളത്, 35 എന്ന് പറഞ്ഞതാണ്. അതിനെ നമ്മൾ ബൈനറി, അതിന്റെ ഈക്വാലന്റ് വരുന്ന ബൈനറി നമ്പേഴ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിൽ ബേസിക്കലി ചോദിക്കുന്നത് ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ നമ്പേഴ്സിനെ ബൈനറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതാണ് ബേസിക്കലി ചോദിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് കിട്ടാവുന്ന ഉത്തരങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പൊ 35 എന്നുള്ളത്, 35ന് നമ്മള് ഈ ബൈനറി എന്ന് പറഞ്ഞാല് അതിന്റെ ബേസ് 2 ആണല്ലോ. അപ്പൊ നമ്മൾ 2 കൊണ്ട് ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 35നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് വരിക, നമുക്ക് 17 കിട്ടും അല്ലെ. 17 കിട്ടുന്ന മാത്രമല്ല ഒരു ശിഷ്ടം ഉണ്ടായിരിക്കും. കാരണം 2 × 17 എന്ന് പറഞ്ഞാൽ 34 ഉണ്ടാവാം. അപ്പൊ 35നെ നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17 ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ആയിട്ട് എന്തുണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ ശിഷ്ടം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇവിടെ എഴുതാം 1 എന്നുള്ളത്. 17 നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 8 കിട്ടും അല്ലെ. 2 8 16 അല്ലേ. അപ്പോഴും ശിഷ്ടം ഇവിടെ റിമൈൻഡർ ആയിട്ട് അവിടെ 1 ഉണ്ട്. ഓക്കെ, ഇപ്പൊ റിമൈനിങ് സംഖ്യ ആയിട്ട് അവിടെ 1 ഉണ്ട് അല്ലെ. പിന്നെ 2നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമുക്ക് വളരെ റിമൈൻഡർ ഇല്ലാത്തതിനെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും 4 എന്ന രീതിയിലേക്ക്. 2 4 8 ആണല്ലോ അല്ലെ. അപ്പൊ റിമൈൻഡേഴ്സ് ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ അവിടെ 0 എന്നിടും. വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ 1 കിട്ടുന്നത് വരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരണം. അപ്പൊ ഇനി 4 2 വട്ടം അല്ലെ. അതും റിമൈൻഡേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ 0 എന്ന് രേഖപ്പെടുത്തി. പിന്നെ 2നെ 2 കൊണ്ട് വീണ്ടും ഹരിക്കുന്നു. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക, 1 കിട്ടുന്നു അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കിട്ടിയാല്, അപ്പൊ ഇത് ഡെസിമൽ 35 എന്നുള്ളതാണ്. അത് നമ്മൾ ബൈനറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതേപോലെ 35 എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ബൈനറി എന്ന് പറഞ്ഞാൽ ബേസ് 2 ആണല്ലോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ശിഷ്ടം എന്ത് ചെയ്യുക, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ, അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ റിവേഴ്സ് ഓർഡറാണ് എഴുതിയെടുത്താൽ മതി. ഈ ശിഷ്ടങ്ങൾ ഉണ്ടല്ലോ, 1 0 0 0 2 3 4 5 6 ഇത്രയും സംഖ്യകൾ നമ്മൾ ഇങ്ങനെ എഴുതിയെടുത്താൽ മതി. കണ്ടോ, 2 4 6. അപ്പൊ ഇതാണ് 35 എന്ന് പറയുന്ന ഒരു ഡെസിമലിന്റെ ബൈനറി ഈക്വാലന്റ് ആയി വരുന്ന നമ്പേഴ്സ് എന്നുള്ളത് 1 0 0 0 1 1 എന്ന് പറഞ്ഞതാണ്. ഇത് സി എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ളതല്ലേ ഉള്ളത്. അപ്പൊ ഓപ്ഷൻ നമ്പർ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുമ്പോ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോ ഇനി ഇതേപോലത്തെ മറ്റൊരു ചോദ്യങ്ങൾ. ഇഫ് ദ ബൈനറി ഈക്വാലന്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 48 ഈസ് 1 1 0 0 0 0. അപ്പൊ 48 എന്ന് പറയുന്ന
ഒരു ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഈക്വാലന്റ് വരുന്ന സംഖ്യ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 51 എന്ന് പറയുന്ന 51 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനോട് ഈക്വാലന്റ് വരുന്ന ബൈനറി നമ്പേഴ്സ് ഏതൊക്കെയാണ്, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് സെയിം പ്രൊസീജിയർ നമുക്ക് ചെയ്യാനുള്ളത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, 51 എന്നുള്ളതിനെ എന്താ ചെയ്യേണ്ടത്, അത് ബൈനറി ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ 2 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലെ, പഠിച്ചല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെയും ചെയ്ത് നോക്കിയാൽ മതി. 51 ഡിവൈഡഡ് ബൈ 2 25 കിട്ടുന്നു. റിമൈൻഡർ ആയിട്ട് 1 ഉണ്ട്. 25നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, 12 കിട്ടുന്നു. 2 × 12 24 അല്ലേ വരിക. 25 എന്ന് പറയുമ്പോൾ റിമൈൻഡർ ഉണ്ടാവുമല്ലോ, വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് റിമൈൻഡർ ഇല്ലാതെ 6 എന്ന് കിട്ടുന്നു അല്ലെ. 12ന്റെ പകുതി 6 അല്ലേ, 12ന്റെ പകുതി 6 ആയതുകൊണ്ട് 6 എന്ന് കിട്ടുന്നു. അപ്പൊ അതില് റിമൈൻഡർ ആയിട്ടുള്ള ഏതാ ഉള്ളത്, 0 ആണുള്ളത് അല്ലെ. പിന്നെ 2നെ വീണ്ടും 6നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു, 3 എന്ന് കിട്ടുന്നു. 0 ആണ് അവിടെ റിമൈൻഡർ ഉള്ളത്. 3നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കുന്നു, അപ്പൊ നമുക്ക് 1 എന്ന് കിട്ടുന്നു. പക്ഷെ ഒരു 2 ആണ്, ബാക്കി എന്തുണ്ട്, ഒരു റിമൈൻഡർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കിട്ടിയാൽ നമ്മൾ നേരെ റിവേഴ്സ് ഓർഡറിൽ ഇത് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞല്ലോ അല്ലെ. ആ റിമൈൻഡേഴ്സിന് മാത്രം 1 1 0 0 1 1. ഇതാണ് അതിന്റെ 51 എന്ന് പറയുന്ന സംഖ്യയുടെ ബൈനറി ഈക്വാലന്റ്. ഈ പറയുന്ന 1 1 0 0 1 1 കണ്ടോ, ഒന്നാമത്തെ ഓപ്ഷൻ എ എന്നുള്ളതാണ്. 1 1 0 0 1 1. അപ്പൊ ഇങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്ന രീതി എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് എന്റെ ചോദിക്കുന്നത് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചും കൂടി നമ്മൾ വർക്കുകൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻസ്. ഇവിടെ LM എന്നുള്ളത് റെപ്രസെന്റ്സ് എ നമ്പർ L ഇൻ ബേസ് M നമ്പർ സിസ്റ്റം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക നമ്പർ സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴെ ABCDE എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിനും വ്യത്യസ്തമായ നമ്പർ ലിസ്റ്റ് ആണ്. ഒന്നാമത്തേൽ ബൈനറി ആണ്, അതിന്റെ ബേസ് 2 ആണ്. മൂന്നാമത്തേൽ ബേസ് ഇവിടെ 3 ആണ്. നാലാമത്തേൽ ബേസ് 4 ആണ്. മൂന്നാമത്തേൽ ബേസ് 4 ആണ്. നാലാമത്തേൽ 5 ആണ്. അഞ്ചാമത്തേല് 10 ആണ്. ഇതെങ്ങനെ മനസ്സിലാവെന്ന് വെച്ചാൽ ഇത് അവിടെ ഇങ്ങനെ കൊടുത്തു കണ്ടില്ലേ, അത് വെച്ചിട്ട് മനസ്സിലാവും അതിന്റെ ബേസ് നമ്പർ എത്രയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ താഴെ പറയുന്ന ABCDE എന്ന് പറയുന്ന വ്യത്യസ്ത നമ്പർ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് 19 ബേസ് 16 എന്നുള്ളതിനോട് ഈക്വാലന്റ് ആയി വരുന്ന ഏതാണ്. 19 16 ബേസ് വന്നാൽ അതിനർത്ഥം എന്താണ്, ഇതൊരു ഹെക്സാഡെസിമൽ ആണെന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ വാല്യൂ കാണണം. ഇതിനൊക്കെ ഡെസിമലിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ ഇതിന്റെയൊക്കെ ഡെസിമൽ വാല്യൂ നമ്മൾ കണ്ടാൽ മതി. 19 16 അതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടാൽ മതി. ഫസ്റ്റ് അപ്പോ അതിന്റെ ഡെസിമൽ വാല്യൂ കാണണം, മറ്റുള്ളതിന്റെയും ഡെസിമൽ വാല്യൂസ് കാണണം. ഇങ്ങനെയാണ് ഇതിന് ഉത്തരത്തിലേക്ക് എത്തുക. പക്ഷെ ഇതിൽ അപ്പൊ ഒരു സംശയം ഉണ്ടായിരിക്കും, നമുക്കതൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കണ്ടേ എന്ന് സംശയം ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഉത്തരാണ് ഓപ്ഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഓപ്ഷൻസിലേക്ക് കടക്കണം. കാരണം ഓപ്ഷൻസിലേക്ക് നിങ്ങൾ കടക്കുമ്പോ എന്ത് ഉണ്ടാവും, എളുപ്പത്തിൽ അതിന് ഉത്തരം കിട്ടാൻ ഓപ്ഷൻസ് ആ രീതിയിലാവും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇതിന് ഉത്തരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് 19 എന്നുള്ളതിന്റെ ആ ഹെക്സാഡെസിമലിന്റെ ഡെസിമൽ ലേക്ക് കൺവേർട്ട് ചെയ്ത ഫോം, അതിന്റെ നമ്പർ നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ 19 16 എന്നല്ലേ. അപ്പൊ നമ്മളിത് എഴുതേണ്ട രീതി എങ്ങനെയാണ്, ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യല്. ഇവിടെ നടക്കുന്നത് ഹെക്സാഡെസിമലാണ് കൊടുത്തിട്ടുള്ളത്. ഹെക്സാഡെസിമലിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 9 ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റിലുള്ള 9 എഴുതിയെടുക്കുക, ഇൻറ്റു 16⁻0 പ്ലസ് 1 ഇൻറ്റു 19 എന്നുള്ളതിൽ 9 നമ്മൾ എടുത്ത് എഴുതി. ഇനി ഇതിൽ 1 ഇൻറ്റു 16⁻1. ഇതെങ്ങനെയാണ് വരേണ്ടത്, 16⁻0 അവിടെ നിന്ന് ഇങ്ങോട്ടാ വരെ കേട്ടോ. 16⁻1
16^2, 16^3, 16^4. എത്ര സംഖ്യകളാണുള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് 19 എന്ന് പറയുന്ന 19 എന്ന് പറയുന്ന രണ്ട് ഡിജിറ്റ്സ്, രണ്ട് സംഖ്യകളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഈ തലക്കുന്ന് കേട്ടോ ഈ രണ്ടെണ്ണം മാത്രം നോക്കിയാൽ മതി. ഇനി മൂന്നാമത്തെ ഒന്നുണ്ടിരേക്ക 3, 1, 9, 16 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ കൂടി എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്കിപ്പോ അത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെ എന്തേ ഉള്ളൂ, രണ്ട് സംഖ്യകൾ മാത്രമേ ഉള്ളൂ അല്ലെ. 2, 1, 9 എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, 16^0 അതുപോലെ തന്നെ 16^1 എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു സംഖ്യയും അത് 0യോട് റേസ്ഡ് അതിന്റെ പവർ ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ ആൻസർ 1 ഏത് സംഖ്യയാണെങ്കിലും റേസ് 0 = 1 5^0 എന്ന് പറഞ്ഞാൽ 1, 2^0 എന്ന് പറഞ്ഞാൽ 1, 100^0 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 16^0 എന്ന് പറഞ്ഞാൽ 1, 9 × 1 പ്ലസ് 16^1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16നോട് പവറിൽ 1 വന്നാല് അതേ സംഖ്യ തന്നെ അല്ലേ. 15^1 എന്ന് പറഞ്ഞാല് 15 തന്നെ. 2^1 എന്ന് പറഞ്ഞാല് 2 തന്നെ. അതുപോലെ തന്നെ 6^1 എന്ന് പറഞ്ഞാല് 6 തന്നെ. ഓക്കെ, അപ്പൊ അതേപോലെ 16^1 എന്ന് പറഞ്ഞാൽ 16 തന്നെ. 1 × 16. എന്താ ഉത്തരം കിട്ടും നമുക്ക്? 16 + 9 അല്ലേ. 1 × 16 16 തന്നെയല്ലേ. 9 × 1 തന്നെ 9 തന്നെയല്ലേ. അപ്പൊ 16 + 9 എന്ന് പറഞ്ഞാല് 25 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ ലോജിക്കലി അല്ല, 19, 16 എന്ന് പറയുന്ന അല്ലെങ്കിൽ 1, 9 എന്ന് പറയുന്ന ഹെക്സാ ഡെസിമലിന്റെ ഡെസിമൽ ആയിട്ടുള്ള അതിന്റെ ഈക്വാലന്റ് വരുന്ന അതിന്റെ നമ്പർ എന്ന് പറഞ്ഞത് 25 ഇത് 25 എന്നല്ല മാത്രമല്ല എഴുതേണ്ടത് 25 ബ്രാക്കറ്റ് ഡെസിമൽ 10 എന്ന് കൊടുക്കുന്നത് ഡെസിമൽ ആണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഉത്തരം കിട്ടി. ഇത് കിട്ടിയാൽ തന്നെ ഈ ഓപ്ഷനിൽ എന്തുണ്ട്, നേരെ ഒന്ന് ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. 25, 10 ആദ്യം കൊടുത്തിട്ടുണ്ട്. 25, 10 ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഡെസിമൽ സംഖ്യയാണ് അതുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇതില് ഇവിടെ ചോദ്യത്തിലുള്ള ഈ സംഖ്യ എന്നുള്ളത് അത് ഹെക്സാഡെസിമൽ ആണ്. ഈ ഒന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ബേസ് 2 ആണ്, ബൈനറി ആണ്. ഇത് ബേസ് 3 ആണ്, ബേസ് 4 ആണ്, ബേസ് 5 ആണ്, 10 ആണ്. എല്ലാം വ്യത്യസ്തമായ നമ്പർ ലിസ്റ്റാ ഉള്ളത്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഒന്നിലേക്ക് മാത്രം എല്ലാത്തിനെയും ഏകീകരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ അതിന്റെ വാല്യൂ കാണുന്നു. അപ്പൊ നമ്മൾ എയിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം ഡെസിമലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. എല്ലാ സംഖ്യയും എല്ലാ നമ്പർ ലിസ്റ്റത്തെയും ഡെസിമലിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ അതിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെയാണ് ഈക്വാലന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ഡിഫറന്റ് ആയി നിൽക്കുന്നത് എന്ന് നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്തത് 19, 16 എന്ന് പറയുന്ന ഹെക്സാ ഡെസിമലിനെ അതിന്റെ ഡെസിമൽ വാല്യൂലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ആ ഡെസിമൽ എത്രയാണ്? 25 എന്നുള്ളതാണ് ഡെസിമൽ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്, ഈ 19 ഹെക്സാ ഡെസിമൽ ആയിട്ടുള്ള 19, 16 എന്ന് പറയുന്ന അതിനോട് താഴെ പറയുന്ന ABCDE എന്ന് പറയുന്നതിലെ നമ്പേഴ്സിൽ ഏതാണ് ഈക്വാലന്റ് വരുന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ. നമ്മൾ അതിന്റെ വാല്യൂ കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്നുള്ളത് ഈക്വാലന്റ് വരുന്നുണ്ട്. കാരണം എന്നുള്ള ഡെസിമലാണ്, ഡെസിമലിന്റെ വാല്യൂ നമ്മളിപ്പോ കണ്ടത്. അപ്പൊ അത് ഈക്വാലന്റ് വരുന്നുണ്ട് എന്നെന്ത് ചെയ്തു നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത് കാണേണ്ടത്, ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷനിലേക്ക് കടക്കാം. ഇങ്ങനെ ഇതൊക്കെ കുറച്ച് വർക്ക് ചെയ്യാനുള്ള സാധനമാണ് ഓരോന്നും. അപ്പൊ ഇങ്ങനെ കുറെ വർക്ക് ചെയ്തിട്ട് നമ്മൾ പ്രയാസപ്പെടരുത്, പെട്ടെന്ന് ഓപ്ഷനിലേക്ക് കടക്കുക. ഇപ്പൊ ഉണ്ടെന്ന് ഉറപ്പിച്ചില്ലേ, ഓപ്ഷനിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചെങ്കിൽ ഏതുണ്ടാവില്ല, B and D എന്നുള്ള ഉണ്ടാവില്ല, കാരണം അതിൽ ഇല്ല. A and B, D അതിലുണ്ടാവില്ല, കാരണം അതിൽ ഇല്ല. അപ്പൊ ഉത്തരത്തിലുണ്ട് നമുക്ക് ഉറപ്പാണ്. അത് ഒന്നാമത്തെയും അതുപോലെ തന്നെ നാലാമത്തെയും ഓപ്ഷനിലാണുള്ളത്. ഇനി അത് അടുത്ത ഏതാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്താൽ മതി, ഇതിലെ ACE നാലാമത്തത്, ഇത് രണ്ടുമാണല്ലോ ഇപ്പൊ നിലവിൽ ശരിയാവാൻ സാധ്യതയുള്ളത്. അപ്പൊ ഒന്നാമത്തെ ACE എന്നുള്ളതാണ്. പിന്നെ ABCDE രണ്ടിലും A ഉണ്ട് അല്ലെ, രണ്ടിലും A ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പിക്കാം, ഈ A എന്നുള്ളതും ഇതിനോട് ലോജിക്കലി ഈക്വാലന്റ് ആകും. അപ്പൊ ആ 1, 1, 0, 0, 1 എന്ന് പറയുന്ന ബൈനറി സംഖ്യയെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 25 തന്നെ ആയിരിക്കും അതിന്റെ ഉത്തരം കിട്ടുക. കാരണം രണ്ട് ഓപ്ഷൻ അവശേഷിക്കുന്നത്. ആ രണ്ട് ഓപ്ഷനിൽ ഏതുണ്ട്? A ഉണ്ട്. അപ്പൊ A എന്തായാലും ഉണ്ട് നമുക്ക് ഉറപ്പിക്കാം അല്ലേ, A ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇനി ഇല്ലാത്തടത്ത് B ആണ്. B എന്നുള്ളത് ഒന്നാമത്തെ ഓപ്ഷനിൽ ഇല്ല, പക്ഷെ നാലാമത്തെ ഓപ്ഷൻ ഉണ്ട്.
ഇപ്പൊ ബി ഉണ്ടോ ഇല്ലേ നോക്കിയാൽ പോരെ. ഇപ്പൊ ബി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ചെയ്തു നോക്കാം. ബി എന്നുള്ളതും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ബി ഉണ്ട് എന്നാണെങ്കിൽ നേരെ നമുക്ക് ഉത്തരം കിട്ടി, പിന്നെ സിയും ഡിയും ഒന്നും ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ബി ഉണ്ടോ എന്ന് നോക്കട്ടോ. ബി എന്താണ്, സംഖ്യ ഏതാണ്? 202.1. 3 ആണ് അതിന്റെ ബേസ് അല്ലെ, 3 ആണ് ബേസ്. അപ്പോൾ ഇതേപോലെ തന്നെ 3 raised to 0, 3 raised to 1, 3 raised to 3 raised to 4, അങ്ങനെ 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 പോവും. നമുക്കിവിടെ എത്ര സംഖ്യ ഉള്ളത്? 3 ഉള്ളത് അല്ലെ. 201 എന്ന് പറയുന്ന 3 ഉള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ 3 മാത്രം നോക്കിയാൽ മതി. ആ 3 മാത്രം നമ്മൾ നോക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, 1 into 3 raised to 0 അല്ലെ, പ്ലസ് ഇനി രണ്ടാമത്തെ 0 ആണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്തായാലും 0നോട് നമ്മൾ ഏത് ഗുണിച്ചാലും എന്തിനു ഉത്തരം കിട്ടുക? 0ന് ഉത്തരം കിട്ടുക അല്ലെ. ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ചെയ്യുന്നത് മാത്രം. 0 into 3 raised to 1. ഒന്നാമത്തെ 3 raised to 0 ആണ്, പിന്നെ രണ്ടാമത്തെ 3 raised to 1. അവിടെ നിന്ന് ഇങ്ങോട്ടാട്ടോ. മൂന്നാമത്തെ ഉള്ളത് 2 അല്ലേ. 2 into 3 raised to എത്ര വരേണ്ടത്? 2 അല്ലേ. 3 raised to 0 പറഞ്ഞു, 3 raised to 1 പറഞ്ഞു, 3 raised to 2 ഇനി അടുത്തത് വരേണ്ടത്. അപ്പൊ 3 raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെ അല്ലേ. 1 into 1 പ്ലസ് 3 raised to 1 എന്ന് പറഞ്ഞാല് 3 ആണ്. 3 into 0 എന്ന് പറഞ്ഞാല് 0 ആണ്. പ്ലസ് 3 raised to 2 എന്ന് പറഞ്ഞാല് 3² എന്ന് പറഞ്ഞാല് 3 into 3 9 ആണ്. 2 9 എന്ന് പറഞ്ഞാല് 18 ആണ് അല്ലെ. 2 9 എന്ന് പറഞ്ഞാല് 18 ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 18 പ്ലസ് 0 എടുക്കണോ? വേണ്ടല്ലോ, പ്ലസ് ചെയ്യാനല്ലേ. 1 1 പറഞ്ഞാല് 1 ഈസിക്കൽ ടു 19. നമ്മൾ ഇതിനെ ഡെസിമലിലേക്ക് മാറ്റിയപ്പോ 19 എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ നേരത്തെ 19 16 എന്നുള്ളതിന്റെ വാല്യൂ, ഡെസിമൽ വാല്യൂ എത്രയായിരുന്നു? 25 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ എത്രയാണ്? 19 ആണ്. അപ്പൊ അത് ഈക്വാലന്റ് ആണോ? ഇല്ല. അപ്പൊ ബി ഇല്ല നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ഇതിന്ന് മനസ്സിലായി. ബി ഇല്ലാന്ന് മനസ്സിലായാല് നമുക്ക് എന്ത് ഉറപ്പിക്കാം? നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് നമുക്ക് അവിടെ തന്നെ ഉറപ്പിക്കാം. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരത്തിലേക്ക് കടക്കാനുള്ള ഒരു രീതി എന്നുള്ളത്. നമ്മൾ ഓപ്ഷനിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഉത്തരത്തിലേക്കും കിടക്കും. ഓക്കെ ആണല്ലോ അല്ലെ. ബാക്കി അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഇനി അടുത്ത ഒരു ഉദാഹരണം കൂടി ഈ രീതിയിൽ പറയുന്നു, നമ്മൾ അവസാനിപ്പിക്കട്ടോ. ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോദ്യം എന്നുള്ളത്, ചോദ്യം കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ആ ഓപ്ഷൻസ് കണ്ടിട്ട് പെട്ടെന്ന് പോകരുത്. എവിടെ ഉള്ളത്? ഐഡന്റിഫൈ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് എ ടു ഡി. ഇവിടെ എ മുതൽ ഡി വരെ 4 രീതിയിലുള്ള ബേസ് 4ഉം ബേസ് 2ഉം ബേസ് 6ഉം ബേസ് 3 ആയിട്ടുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള 4 നമ്പർ സിസ്റ്റം ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഈ 4 ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ, ഒന്നാമത്തെ എ എന്നുള്ളതിനും ബിനെയും സിനെയും ഡിനെയും ഒക്കെ വ്യത്യസ്ത നമ്പർ സിസ്റ്റം അല്ലേ. അതിനൊക്കെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടൂലേ. ഓരോന്നും ഡെസിമൽ വാല്യൂസ് കിട്ടും. അതില് അസെൻഡിങ് ഓർഡർ, ചെറുതിന്ന് വലുതേക്കുള്ള ഓർഡർ എന്ത് ചെയ്യാണ്? എഴുതാനാണ്, രേഖപ്പെടുത്താനാണ്, ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും കാണണം എന്നർത്ഥം അല്ലെ. നോക്കി നോക്കാം നമുക്ക്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസിൽ ഏറ്റവും ആദ്യം ബി വരുന്നു, അല്ലെങ്കിൽ ആദ്യം എ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എയും ബിയും നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതില് രണ്ടെണ്ണത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം എ ചെയ്ത് നോക്കാം. 102.4 അല്ലേ ബേസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മള് ഏറ്റവും ഈ ഭാഗത്തുള്ള 2 എടുക്കുന്നു, ഇൻറ്റു 4 ആയതുകൊണ്ട് 4 ആകുമ്പോ 4 raised to 0. അവിടെ ബേസ് 3 ആണെങ്കിൽ നമ്മൾ 3 എടുക്കും, ബേസ് 5 ആണെങ്കിൽ 5 എടുക്കും. ഇവിടെ 4 ആയതുകൊണ്ട് 4 പ്ലസ് 0 നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നാലും അവിടെ ഇപ്പൊ ചെയ്യുന്നു. നിങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അത്രയും സമയം കളയണ്ടല്ലോ. ഇനി 1 ഇപ്പൊ 2 0 ഇനി 1 2 അല്ലേ. 4 4² അല്ലേ, 4 2 അല്ലേ.
അപ്പൊ 4 റേസ് ടു 0 എന്ന് പറഞ്ഞാല് നമുക്കറിയാം അത് 1 തന്നെയാണ്. ഇൻറ്റു 2 പ്ലസ് 4 റേസ് ടു 1 എന്ന് പറഞ്ഞാല് 4 ഇൻറ്റു 0 എന്ന് പറഞ്ഞാല് 0 ആണ് അല്ലെ. ഇനി 4 റേസ് ടു എന്ന് പറഞ്ഞ എത്രയാണ്? 4² എന്ന് പറഞ്ഞാല് 4 ഇൻറ്റു 4 16 അല്ലെ. 16 ഇൻറ്റു 1 ഇൻറ്റു 16. 1 ഇൻറ്റു 16 പറഞ്ഞാല് 16. 0 നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. 2 ഇൻറ്റു 1 പറഞ്ഞാല് 2 ഈസിക്കൽ ടു 16 പ്ലസ് 2 18. അപ്പൊ നമ്മള് ഒന്നാമത്തെ എന്റെ വാല്യൂ നമ്മൾ കണ്ടു. എത്രയാണ്? 18 എന്നുള്ളതാണ് അവിടുത്തെ ഡെസിമൽ എന്നുള്ളത്. എത്രയാണ്? 18 എന്നുള്ളതാണ് അവിടുത്തെ ഡെസിമൽ അല്ലെ. പതിനെട്ട് എന്നാണ് ഡെസിമൽ. ഇനി രണ്ടാമത്തെ ചെയ്ത് നോക്കാം. രണ്ടാമത്തത് ചെയ്ത് നോക്കാം. രണ്ടാമത്തത് ബൈനറി സിസ്റ്റമാണ്. 1 0 0 0 1 അല്ലേ. അപ്പൊ അതില് ഒന്നുകിൽ ആദ്യം നിങ്ങൾക്ക് ഇത് എഴുതി വെക്കട്ടെ. ബൈനറിയിലേക്ക് മാറ്റും പറ്റും സുഖമുള്ള ഏർപ്പാട് അതാണ്. ഏത് വെച്ചാല് നമുക്ക് വേണ്ടത് 2 റേസ് ടു 0, 2 റേസ് ടു 1, 2 റേസ് ടു 2 റേസ് ടു 3, 2 റേസ് ടു 4 ഇങ്ങനെ ഇങ്ങനെ പോലെ ചെയ്യാം. അപ്പൊ ഇതിന്റെ വാല്യൂസ് നമ്മൾ നേരെ എഴുതി വെച്ചാൽ, കാരണം 1 ഗുണിക്കണോണ്ടേ 1 ഗുണിച്ച് അതേ സംഖ്യയിലെ കിട്ടുക. 2 റേസ് ടു 0 പറഞ്ഞാല് 1 അല്ലേ. 2 റേസ് ടു 1 എന്ന് പറഞ്ഞാല് 2 റേസ് ടു 0 പറഞ്ഞാൽ 1 അല്ലേ. 2 റേസ് ടു 1 എന്ന് പറഞ്ഞാല് 2 തന്നെ. 2² എന്ന് പറഞ്ഞാല് 4. 2 റേസ് ടു 3 എന്ന് പറഞ്ഞാല് 8. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാല് 16. ഓക്കെ അല്ലേ. നമ്മൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഈ ഡെസിമലിനെ നമ്മള് ഒരു ബൈനറി ഡെസിമലിലേക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, അതിൽ ആ 0ന്റെ ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒന്നിന്റെ ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 1ന്റെ നേരെ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 1. ഇവിടുത്തെ വാല്യൂ എന്നുള്ളത് 16. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 16. ഇത് മാത്രം നോക്കിയാൽ മതി. 1 ആയതുകൊണ്ട് പിന്നെ ആ സംഖ്യ തന്നെ ആയിരിക്കുള്ളൂ. 1 പ്ലസ് 16 ഈസിക്കൽ ടു 17. അപ്പൊ ഇതാണ് അതിന്റെ വാല്യൂ എന്നുള്ളത്. രണ്ടാമത്തെ വാല്യൂ എന്നുള്ളത് 17 എന്നുള്ളതാണ് വാല്യൂ എന്നുള്ളത്. 17. ഒന്നാമത്തെ 18 കിട്ടിയത്, രണ്ടാമത്തെ 17 കിട്ടിയത്. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 17. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ ഫസ്റ്റ് വരേണ്ടത് എ ആണോ ബി ആണോ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുതിലേക്കല്ലേ. അപ്പൊ അതിൽ ഫസ്റ്റ് വരേണ്ടത് എ ആണോ ബി ആണോ? ബി ആണ് ഫസ്റ്റ് വരേണ്ടത് അല്ലെ. കാരണം 17 18നേക്കാൾ ചെറുത് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഉത്തരല്ല, ഇത് ഉത്തരല്ല, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, രണ്ടാൽ ഒന്നാണെന്ന് മനസ്സിലായി അല്ലെ. ബി എ എന്നായി. ഇനി നമുക്ക് സി ചെയ്ത് നോക്കണം. എന്നാൽ നമുക്ക് എന്തേ ഉള്ളൂ? ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. ഉത്തരം കിട്ടണമെങ്കിൽ സി ചെയ്ത് നോക്കണം. ഇത് മായ്ക്കണ്ടേ. അപ്പൊ സി ഇവിടെ കൊടുത്തിട്ടുള്ളത് 6 അല്ലേ. നമ്പർ ബേസ് ആയിട്ടുള്ളത് 1 0 3 6 ബേസ് ആയി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളത് ചെയ്ത് നോക്കാം. 3 റേസ് ടു 0, 6 റേസ് ടു 0 പ്ലസ് 0 ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലസ് 1 ഇൻറ്റു 6 സ്ക്വയർ. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു. 6 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. പ്ലസ് 0 നോക്കേണ്ട ആവശ്യമില്ല. 6² എന്ന് പറഞ്ഞാൽ 6 6 ഇൻറ്റു 6 36. ഒരു 1 36 36 തന്നെയാണ്. 36 കിട്ടി. അപ്പൊ 36 പ്ലസ് 3 എന്ന് പറഞ്ഞതാണ് അതിന്റെ നമുക്ക് ഉത്തരം 39 എന്നുള്ളതാണ്. അപ്പൊ 39 10 എന്ന് പറയുന്ന ഡെസിമൽ അല്ലേ. 39 10.
നമുക്ക് സി ആണോ ഡി ആണോ ആദ്യം എന്നുള്ള അറിയണമെങ്കിൽ നമ്മൾ ഡിയും കൂടി ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഡി ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. 3 ആണുള്ളത്. 1 into 3 raised to 0 plus 0 into raised to 1 plus 2 into 3 square plus. അപ്പോൾ 3 raised to 0 1 തന്നെയാണ്. 1 into 1 1 0 ഉണ്ട്, ചെയ്യണില്ല. പിന്നെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 2 9 18 ഇസിക്കൽ ടു 19. കണ്ടോ? അപ്പൊ നമുക്ക് ഇത് 19 എന്നും കിട്ടി. അത് ഏറ്റവും ചെറുത് ഏതാണ്? ബി ആണ്. ഇതാണ് ഒന്നാമത് വരിക. പിന്നുള്ളത് 18 ഒന്നാമത്തതാണ്. രണ്ടാമത്താണ് ഫസ്റ്റ് വരിക, ഒന്നാമത്താണ് രണ്ടാമത് വരിക. പിന്നെ ഡി ആണ് മൂന്നാമത് വരുന്നത് 19 എന്നുള്ളത്, പിന്നെ നാലാമത്തത്. അപ്പൊ ഏതാണ് നമുക്ക് ഓർഡർ കിട്ടിയത്? ബി എ, പിന്നുള്ളത് ഡി സി എന്ന് പറയുന്നതാണ്. എന്തല്ല, സി ഡി എന്ന് പറയുന്നതല്ല, ഡി സി എന്ന് പറഞ്ഞത്. ബി എ ഡി സി ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിന്റെ ഉത്തരം അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇനി എക്സാമിന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ക്ലാസ് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഈ ഒരു PYQs, ഈ ഭാഗത്തു നിന്നുള്ള PYQs നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ചെയ്ത് പരിശീലിക്കുക തന്നെ വേണം. ഓരോന്നും ചെയ്ത് പരിശീലിക്കുക തന്നെ വേണം. എന്നാൽ എന്ത് ചെയ്യുള്ളൂ, അത് കിട്ടുള്ളൂ. താങ്ക് യു വെരി മച്ച്.